എലൈറ്റ് കേരള പ്രീമിയർ ലീഗിന്റെ 7ാമത് മത്സരത്തിൽ കമന്ററി ബോക്സിൽ നിങ്ങൾക്കായി ഞാൻ ശ്രീനാഥ് മധുകുമാർ ചേരുകയാണ്. ഈ ഒരു മത്സരം നല്ലൊരു ഫ്രീ കിക്ക് ഒന്നാം തരമായ ഒരു അടി, മനോഹരമായ ഒരു കിക്ക് നേരെ പെനാൽറ്റി ഏരിയയിൽ ഫ്രെയിമിനകത്തേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ പോസിബിളി അതൊരു പോസ്റ്റിലേക്ക് തലയിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എങ്കിൽ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. നോക്കുക, ആ ഒരു കിക്ക് നേരെ വരുന്നു. രണ്ടുപേരും കൊളീഷനാണ്, വീണതാണ്. റൈറ്റ് ഫ്ലാങ്ക് ഏരിയ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ശ്രമം. ഫസ്റ്റ് ടൈം ക്രോസ് കംസ് ഇൻ ആൻഡ് ചാൻസ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഇത്തവണ താരത്തിന്റെ മറ്റൊരു ഫ്രീ കിക്ക് ഇൻകമിങ്. ഫ്രീ കിക്ക് വലിയ വ്യത്യാസത്തിൽ അവിടെ ക്രോസ് ബാറിന്റെ മുകളിലൂടെ പറന്നു പോകുന്നു. ആന്റണിയിൽ നിന്ന് നല്ലൊരു ത്രൂ പാസ്, അംബീഷ്യസ് ഡെലിവറി. സുബിയുടെ കാര്യങ്ങളിൽ പന്ത് പെനാൽറ്റി ഏരിയക്കകത്തേക്ക്. ഹരിലാലാണ് ത്രോയിൻ എടുക്കാനായി മുന്നേ വരുന്നത്. ആൻഡ് യെസ്, ഒന്നാം പകുതി അവസാനിക്കുന്നു. വളരെ കൺസിസ്റ്റന്റ് ആയ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുട്ബോൾ ടീംസിൽ ഒന്നായി അവർ വാഴ്ത്തപ്പെടുന്നു. ഗോൾഡൻ ത്രെഡ്സ് ഫുട്ബോൾ ക്ലബ്. പെനാൽറ്റി ഏരിയയിലേക്ക് വീണ്ടും ഗോൾഡൻ ത്രെഡ്സ്. അവിടെ ഫാർ പോസ്റ്റിലേക്ക് നല്ലൊരു ഡെലിവറി. അടിക്ക് തിരിച്ചടിയുമായി ഗോൾഡൻ ത്രെഡ്സ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഗോൾ കീപ്പറെ കൂടി കാണാൻ നോക്കുക. മനോഹരമായ രീതിയിലാണ് ആ ഗോൾ കീപ്പറെ മറുപുറത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് വിഷ്ണുവിന്റെ ആ ഒരു ഷോട്ട് വരുന്നത്. വെരി നൈസ് ഡെലിവറി. ഫസ്റ്റ് ടൈം നേരെ ഹെഡർ ആണ്. ആൻഡ് ദാറ്റ്സ് എഫ്സി കേരള ഫോർ യു. വീണ്ടും എഫ്സി കേരളയുടെ തിരിച്ചുവരവ് കാണാം. 19 വയസ്സ് മാത്രം പ്രായമുള്ള അച്ചുവിന്റെ ഭാഗത്തു നിന്നും മനോഹരമായ ഒരു ഡെലിവറി വഴി വീണ്ടും ആ ഒരു ലീഡ് തിരിച്ചു പിടിക്കുന്ന എഫ്സി കേരളയെ കാണാം അഗൈൻസ്റ്റ് ഗോൾഡൻ ത്രെഡ്സ് എഫ്സി. ആ പന്തിന് വീണ്ടും വഴിയൊരുക്കി കൊടുക്കുന്നത് ആരാണ് എന്ന് കാണുക. ഫസ്റ്റ് ഗോള് ആരാണോ നേടിയത് അതേ താരം തന്നെ, നിഹാൽ തന്നെയാണ് ആ അസിസ്റ്റ് പൂർത്തീകരിക്കുന്നത്. സോ നിഹാലിന്റെ അസിസ്റ്റിൽ നിന്ന് അച്ചു മനോഹരമായ ഒരു ഗോള് കൃത്യമായ വലയ്ക്കകത്തേക്ക് തട്ടിയിട്ടുകൊണ്ട് ആൽഫിൻ വാൾട്ടർ ഒരു ലോ ഫ്രീ കിക്കായി എടുക്കുകയാണ്. വളരെ ക്ലബറാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അദ്വൈത് മുന്നിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമത്തെ നിർദാക്ഷിണ്യം വെട്ടി വീഴുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കാർഡ് അവിടെ കൺസീഡ് ചെയ്യുകയാണ് വീണ്ടും. വൺസ് അഗൈൻ റെഡ് കാർഡാണത്. റൈറ്റ് നോ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എഫ്സി കേരളയ്ക്കാണ്. ഈ ഒരു മത്സരത്തിൽ ഒരു പോയിന്റ് എങ്കിലും കരസ്ഥമാക്കണമെങ്കിൽ അവർ ആ റിസ്ക് എടുത്തേ തീരൂ. വീണ്ടും ഗോൾഡൻ ത്രെഡ്സ് എഫ്സി നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റുമായെങ്കിലും മടങ്ങാം. മുന്നിലേക്കുള്ള ആ ഒരു പ്രയാണത്തിൽ ആ ഒരു പോയിന്റ് തീർച്ചയായും അവരെ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് വാസ്തവം. വീണ്ടും ഗോൾഡൻ ത്രെഡ്സ് എഫ്സി നല്ലൊരു മുന്നേറ്റം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പറഞ്ഞ് നാവെടുത്ത് വായിലേക്ക് ഇട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കാവ്യനീതിയാണ് എന്ന് പറയാം. വീണ്ടും ഗോൾഡൻ ത്രെഡ്സ് എഫ്സിയുടെ മനോഹരമായ ഒരു മുന്നേറ്റം. സൂപ്പർ സബിന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഗോൾ. അജ്മൽ ഖാജ KS മനോഹരമായ ഒരു ഡെലിവറി, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗോൾ. നോക്കാം, ഗോൾ കീപ്പറേയും അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിനെയും 4 പാട് പറഞ്ഞയച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഗോളിലേക്ക് എത്തുന്നത്. ആ ഒരു ടച്ച് ഫൈനൽ അറ്റംപ്റ്റ് ആണ്. ആൻഡ് ഫൈനൽ വിസിൽ വരുന്നു. ഒരാള് പിന്നിൽ നിന്ന്, ഒരാള് കുറവുണ്ടായിട്ടും പിന്നിൽ നിന്നിട്ടും വീണ്ടും വീരോചിതമായ തിരിച്ചുവരവ് നടത്തിയ ഗോൾഡൻ ത്രെഡ്സ് എഫ്സി പുതിയൊരു വീരഗാഥ ഇവിടെ എഴുതുകയാണ് എഫ്സി കേരളക്കെതിരെ. ആൻഡ് ഫുൾ ടൈം ഹിയർ അറ്റ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ്. വർണ്ണശബളമായ മത്സരത്തിനൊടുവിൽ എഫ്സി കേരള 2 ആൻഡ് ഗോൾഡൻ ത്രെഡ്സ് FC 2